ായിട്ട് സബിയക്കുട്ടി വളർന്നു വരട്ടെ. അതിന് ഇടയ്ക്ക് ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഈ സബിയമോളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബാലാവകാശ കമ്മീഷൻ നിയമമൊക്കെ വളരെ ശക്തമായതുകൊണ്ട് തന്നെ സിയുടെയും സഹദിൻ്റെയും ഒക്കെ അനുവാദത്തോടെയാണ് സബിയയുടെ ദൃശ്യങ്ങൾ ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് മാതാപിതാക്കളുടെ ഉറപ്പ് നേടിയ ശേഷമാണ് സബിയ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ചോദിക്കാനുള്ളത്, ഈ സർജറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോഴും പല ആളുകളും ഈ പൂർണ്ണമായും എന്താണ് ഒരു ട്രാൻസ് വുമൻ ആണോ അല്ലെങ്കിൽ ട്രാൻസ്മെൻ ആണോ ആകാനുള്ളത്, അവർ അതിലേക്ക് മാനസികമായി എത്തുന്നുണ്ടാകും, പക്ഷെ ശാരീരികമായി എത്താൻ ഒരുപാട് കടമ്പകളുണ്ട്. ആ കടമ്പകൾക്ക് മുൻപ് എൻ്റേതായ ഒരു കുഞ്ഞ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർക്ക് ഒരു മാതൃകയാണ് നിങ്ങൾ. അതായത് ഇനി നമുക്കിപ്പോൾ അഡോപ്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അഡോപ്ഷൻ നല്ലതാണ്, എങ്കിലോ അതിനപ്പുറത്തേക്ക് സിയ പറഞ്ഞതുപോലെ നമ്മുടേതായ ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിന് മറ്റാരും അവകാശികളില്ലാത്ത നമ്മുടേതായ കുഞ്ഞ്. ആ കാര്യത്തിൽ ആ രീതിയിൽ ആരെങ്കിലുമൊക്കെ സമീപിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നേരത്തെ ആ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. സിയയിലേക്ക് എത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ഈ സർജറിക്ക് മുൻപ്, പ്രത്യേകിച്ച് അപ്പർ ബോഡി അല്ലെങ്കിൽ ലോവർ ബോഡി സർജറിക്ക് മുൻപ് എനിക്ക് ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ശീതീകരിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു അച്ഛനാകണം അല്ലെങ്കിൽ എനിക്കൊരു അമ്മയാകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ അടുത്ത ലിംഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് അതിലേക്ക് ഒന്ന് റിസർവ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. സിയക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഉണ്ട്, ഞാൻ പറഞ്ഞു, അത് എന്നോട് അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ആഗ്രഹമുള്ള ആളുകളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡിസിഷനാണ്. അത് നമുക്കത് പിന്നീട് പിറകോട്ട് ചിന്തിക്കുമ്പം നമ്മുടെ ലൈഫ് പോലെ തന്നെ അതൊരു തെറ്റായി പോയി അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും. ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, അത് നോർമലി ഉള്ള ആളുകൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊരു നോട്ടീസ് ചെയ്യപ്പെടുന്നാത്തൊരു കാലമാണ്. നേരെ മറിച്ച് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള എല്ലാവരെയും ബാധിക്കുന്ന രീതിയിൽ സംസാരങ്ങൾ വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ലൈഫ് ലോങ് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും എന്ന് ത്രാണിയുള്ള ആളുകൾ മാത്രമേ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ എന്ന് തുടക്കം മുതലേ ഞാൻ എല്ലാ ഇൻ്റർവ്യൂകളിലും ന്യൂസുകളിലൊക്കെ ഞാൻ പറയുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ എന്നോട് സമീപിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർ ആദ്യം ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ലൈഫ് ലോങ് ആ കുഞ്ഞിനെ നോക്കി നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ട്രീറ്റ് ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ഡിസിഷൻ എടുക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സിയ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ അതേറെയാണ്. നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും വലിയ വെല്ലുവിളികൾ നിറഞ്ഞൊരു ജീവിതം. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വഴക്കും വലിയ വിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതായത് വേഷം കെട്ടൽ അതുപോലെ അല്ല, വേഷം കെട്ട് നടക്കുന്നതല്ല ഈ ട്രാൻസ് വ്യക്തിത്വം എന്ന് പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ കമ്മ്യൂണിറ്റിക്കുള്ളിലും വെളിയിലും നടക്കുന്നുണ്ട്. സി അതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ? പൊതുവെ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഒതുങ്ങി കൂടുന്ന ഒരാളാണ്. ഞാൻ പൊതുവെ സമൂഹത്തിലോട്ട് ഇറങ്ങാറില്ല, അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലോട്ടും ഞാൻ അധികം ഇറങ്ങാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ ചെല്ലേണ്ട ഇടങ്ങളിൽ ഞാൻ ചെല്ലുന്നുണ്ട്. ഞാൻ പറയേണ്ട സ്ഥലങ്ങളിൽ എനിക്ക് പറയേണ്ട ശബ്ദം ഉയർത്തേണ്ട സ്ഥലത്ത് ഞാൻ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ BA വന്നതിന് ശേഷം ഞങ്ങളുടെ ഒരു ലോകത്തിലാണ്. ആയതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള ഒരു പ്രശ്നങ്ങൾക്കും ഞാൻ തല കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള വിശദമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എന്നെ കൊണ്ട്. പക്ഷെ നേരത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ വരുന്നവരോട് പറഞ്ഞല്ലോ, അവിടെ സാധാരണ ഒരു മാതാപിതാക്കൾക്ക് അപ്പുറത്തേക്ക് ഒന്നിച്ചു നിൽക്കേണ്ട, ഇപ്പൊ സിംഗിൾ പാരന്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പോ സിയും സഹദും ഒന്നിച്ചു നിന്നാലേ സബിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ മറിച്ചൊന്ന് ആലോചിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. നമ്മൾ പല കാര്യങ്ങളും സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, പല കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അങ്ങനെയാണോ സിയ? സത്യം, തീർച്ചയായിട്ടും. കാരണം ഞാൻ വിചാരിച്ചതുപോലെ അല്ല ഇപ്പം ഞങ്ങളുടെ ലൈഫ് പോകുന്നത്, അതിനേക്കാൾ ഏറെ ഇതാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പം ഞാൻ BA നോക്കുന്നത് പോലെ തന്നെ ആയിരിക്കുമല്ലോ നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നോക്കി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പം ആ ഒരു കഷ്ടപ്പാടും ആ ഒരു വേദനയൊക്കെ ഞാനിപ്പം മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്നതിലപ്പുറമാണ് ഒരു എന്താ പറയുക, കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ഏജ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഏജാണ് അവരുടേത്.
അപ്പം ഞങ്ങളത് കാണുന്നുണ്ട്, ഞങ്ങളത് ആസ്വദിക്കുന്നുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കുഞ്ഞിനെ നമ്മൾ വലുതാക്കി എടുക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. അതെ. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിയിൽ തന്നെ അമ്മ മകൾ ബന്ധം നിങ്ങൾ അങ്ങനെ വെക്കാറുണ്ടല്ലോ, എൻ്റെ മകൾ അമ്മ എന്നൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞ് വളർന്ന് വലുതായി അതിനൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നത് ചെറിയ ജേർണി അല്ലെന്ന് എനിക്കും അറിയാം, സബിയയ്ക്കും ക്ഷമിക്കണം സിയയ്ക്കും അറിയാം അല്ലേ? സിയ അപ്പൊ ഇപ്പൊ ബിയക്ക് എത്ര പ്രായം? 2 വയസ്സും 4 മാസവും. ഗംഭീര പ്രായമാണ്. എങ്ങനെ ഓടി നടക്കുവോ? അയ്യോ, ആള് ഭയങ്കര കുരുത്തക്കെടാ. ഭയങ്കര ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയം. നമ്മള് മാത്രമല്ല നമ്മുടെ വായിന്ന് അബദ്ധത്തിൽ പോലും എന്തെങ്കിലും വന്നു പോയാൽ അത് ക്യാച്ച് ചെയ്ത് വെച്ച് പിന്നീട് അത് പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം പെട്ടെന്ന് ഞങ്ങള് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് പോലും ഇപ്പൊ സഹദ എന്നെ ഒന്ന് പോടി അങ്ങനെ പറഞ്ഞാൽ പോലും തീർച്ചയായിട്ടും. അപ്പം അവളടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് പൊടി എന്ന് അവൾ അതുവരെ പറയും. അവൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു പ്രായം എന്ന് പറയാം, അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രായം. നമ്മളെ വായിന്ന് അബദ്ധത്തിൽ പോലും അവരുടെ ഫ്രണ്ടിലൊന്നും വന്നു പോകരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാ. അതായത് പാരന്റിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും രണ്ടുപേരും അല്ലേ? അയ്യോ, ഈ ജോലിയുടെ കാര്യം സിയും സഹദും വർക്കിംഗ് ആണ്. അപ്പൊ എങ്ങനെയാണ് മോളുടെ കാര്യങ്ങളൊക്കെ? ബിയ ഇപ്പം സഹദിന്റെ അമ്മയുടെ കൂടെയാണ് കൂടുതൽ സമയം ഉണ്ടാവുന്നത്. കാരണം ഞാൻ കോഴിക്കോടായിരുന്നു, എനിക്ക് ഡാൻസ് ക്ലാസ് ആണ്. ഞാൻ എൻ്റെ ഗുരു ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആൻ്റണി സാറിൻ്റെ കീഴിൽ തന്നെ, സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓം സ്കൂൾ ഓഫ് ഡാൻസ് കാലിക്കട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെയായിരുന്നു. പക്ഷേ സഹദിന് ട്രിവാൻഡ്രത്തായിരുന്നു ജോലി ആയതുകൊണ്ട് തന്നെ സഹദിൻ്റെ ഫാമിലിയൊക്കെ ട്രിവാൻഡ്രത്താണ്. അപ്പം കുഞ്ഞും സഹദ് ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം ഞാൻ കോഴിക്കോടാവുന്ന സമയത്ത് എനിക്ക് അവളുടെ കൂടെ ഒരുപാട് സമയം എനിക്ക് മിസ്സായിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അവളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. ദൈവം സഹായിച്ച് എൻ്റെ ഗുരു ഇപ്പം അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ടാക്കി. നമ്മുടെ പേട്ടയിലെ ആനയറ ഭാഗത്ത് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ടാക്കി. അപ്പം എന്നെ അവിടെ ടീച്ചറായിട്ട് നിയോഗിക്കാൻ ചെയ്തപ്പം എനിക്ക് ട്രിവാൻഡ്രത്ത് അവരെ കൂടെ നിൽക്കാൻ പറ്റി. അത് വലിയ സന്തോഷം. ഇപ്പൊ അവളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. എല്ലാം നമുക്ക് അനുകൂലമായി വന്നു അല്ലെ? കാലം അങ്ങനെ അനുകൂലമാക്കി. ഒരുപാട് അനുഭവിച്ചിരുന്നു. അതിന്റെയൊക്കെ ഒരു മാറ്റം ആ മുഖത്തെ ചിരിയിലുണ്ട്. ബിയ ഇനി എന്താകണമെന്നാണ് ആഗ്രഹം? അല്ലെങ്കിൽ ബിയെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എന്താണ്? പ്രത്യേകിച്ച് ഈ എന്തായാലും ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണ് അല്ലെ? തീർച്ചയായിട്ടും നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗം എന്നൊക്കെ പറയാം സബിയെ കുറിച്ച്. എന്താണ് സ്വപ്നങ്ങൾ? ഞങ്ങള് പ്രത്യേകിച്ച് ഇപ്പൊ സ്വപ്നങ്ങളൊന്നും വെക്കുന്നില്ല. ഞങ്ങള് എല്ലാം പഠിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹക്കാരാ. ഇപ്പം അവള് വലുതായിട്ട് അവൾക്ക് തീരുമാനിച്ചിട്ട് അവള് പോട്ടെ എന്നുള്ളൊരു ചിന്താഗതിക്കാരാ ഞങ്ങൾ രണ്ടുപേരും. ഇപ്പം എൻ്റെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞാൻ യോഗ ഒക്കെ എടുക്കുന്ന ഒരു ആളും കൂടിയാണ്. അപ്പം പിള്ളേർക്ക് യോഗ എടുക്കുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് എൻ്റെ കൂടെ യോഗ അവർ ചെയ്യുന്ന പോലെ ഇപ്പം എല്ലാം ചെയ്യും, നന്നായിട്ട് ചെയ്യും. ഡാൻസ് ഇപ്പം കഴിഞ്ഞ ഇന്റർവ്യൂവിലൊക്കെ എനിക്ക് തോന്നുന്നു അവള് ഓരോ മുദ്രകളൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന. അപ്പം വീട്ടിലായാലും എങ്ങനെയാ അമ്മ എങ്ങനെ ഡാൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജിയ അമ്മ എങ്ങനെയാ